അവർക്ക് കിട്ടുമ്പോ വിഷമം പറയരുത്. ഓക്കെ, റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 2. ചോയ്സ് ഓഫ് ടോപ്പിക്: ഇന്ത്യ, ചരിത്രം, ഭൂമിശാസ്ത്രം, ബിസിനസ്, നാവുവഴക്കം, ലോകം. ലോകം, വേൾഡ്. ഓൾറൈറ്റ്. ഏത് രാജ്യത്തിലാണ് ബെർലിൻ മതിൽ സ്ഥിതി ചെയ്യുന്നത്? അത് ചെയ്തെന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു, കാരണം അത് ഇപ്പം അടിച്ച് ഉടച്ച് കളഞ്ഞല്ലോ. എനിക്കറിയത്തില്ല. ബെർലിൻ വാൾ. ജർമ്മനി. ക്രിസ് കുക്ക് ചെയ്യുന്ന ഫോറിൻ ഡിഷസ് ഏതൊക്കെയാ? ലൈക്ക് ഇന്ത്യൻ അല്ലാണ്ട് ക്രിസ് ഏതൊക്കെയാ? ഞാൻ ബേസിക്കലി ചെയ്യുന്ന ടർക്കിഷ് ആണ് കൂടുതൽ മീറ്റ്സ് ആണ്. മീറ്റ്സ് ആണ്. അവിടെ അദാന കബാബും ഇതൊക്കെ പോലുള്ള സാധനങ്ങളാണ്. ജർമ്മനിയെ പറ്റി പറയുമ്പോൾ ഒരാളുടെ പേര് എപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ? ആരായിരുന്നു അത്? അഡോൾഫ് ഹിറ്റ്ലർ. അപ്പൊ അത് കഴിഞ്ഞുള്ള സെപ്പറേഷന്റെ കാര്യമൊന്നും നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സെപ്പറേഷനില് ഉണ്ടായ മതിലാണ് ബെർലിൻ മതിൽ. വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, അങ്ങനെയായിരുന്നു സ്പ്ലിറ്റ്. അപ്പൊ ജർമ്മനിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റെഡി? ആരാ പോകുന്ന ഗെയിം കളിക്കാൻ? ക്രിസ് ആണോ? ഓക്കെ, മീനാക്ഷി. മിഥുൻ ചേട്ടാ, ടാസ്ക് വളരെ ഈസിയാണ്. ഒരു ബോൾ ഈ ഒരു എൻഡിൽ വെക്കുക. ശേഷം ഇവിടെ കുറെ ഡോമിനോസ് ഉണ്ട്. അതിനിതാ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഞാനിപ്പോ 2 എണ്ണം ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത് കാണിക്കുന്ന കേട്ടോ. അതിനുശേഷം ഇങ്ങനെ ഒരു പുഷ് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ബോൾ ഈ കപ്പിലേക്ക് വീഴുന്നതാണ്. ഞാൻ പുഷ് ചെയ്തപ്പോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി. കൈ കൊണ്ട് തട്ടിയിട്ടാ മതിയോ? അത് പറ്റില്ല. ഞാൻ ചെയ്തു. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നതല്ലേ. വെരി ബാഡ് എക്സാമ്പിൾ മീനാക്ഷി. ഇങ്ങനെ പറയരുത് ചേട്ടാ. അപ്പം ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 4 മിസ്റ്ററി ബോക്സസ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടില്. അതിൽ നിന്നും ഒരു മിസ്റ്ററി ബോക്സ് എടുത്തിട്ട് നിലവറ അടയ്ക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കുക. ക്രിസ് വഴിമാറി കൊടുത്തു. ഓടൂ, വാരൂ, നേടൂ. ആദ്യം വെച്ചിട്ട് ബോൾ വെച്ചില്ല. താങ്ക്സ് മീനാക്ഷി. ആ താങ്ക്സിൽ എന്തോ കുത്തി പറയുന്നത് പോലെ തോന്നുന്നു. എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ? കെറ്റിലുണ്ട്, പാൻ ഉണ്ട്, പിന്നെന്തായിരുന്നു? ടോർച്ച്. അതെ, ടോർച്ച്. ഇഫ് യു വർ ടു അതിനകത്തുനിന്ന് 2 സാധനങ്ങൾ മറ്റേ ടീമിന് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും കൊടുക്കുക? ടോർച്ച് ആൻഡ് കെറ്റിൽ. കോഫി വേണോ? കോഫി കൊടുക്കാം. കെറ്റിലും ടോർച്ചും കൊടുക്കും. നല്ല സാക്രിഫൈസിങ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. കാരണം ഇവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ടെലിവിഷനാണ്. നൽകുന്ന ഒരു ടെലിവിഷൻ is all yours. ആരും ടി വി കാണുന്ന എന്റെ ടി വി അത് പോയി കിട്ടി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.